തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ഗ്രേസൺ മാങ്ങാട്ട് കൊമ്പനാട്. ദൈവത്തിന്റെ അതിമഹത്വമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞാൻ ദൈവത്തിന് എന്ത് പകരം കൊടുക്കും, അവൻ എനിക്ക് നൽകിയ ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർക്കുന്ന സ്തുതിക്കാം. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നാം അറിയാതെ പോകുന്ന ഒരു കാര്യം, നാം ആരാണ് എന്നത് നാം മനസ്സിലാക്കാതെ പോകുന്നു. നാം ആരാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ മാത്രമേ ദൈവത്തിന് എന്ത് പകരം കൊടുക്കും, അല്ലെങ്കിൽ അവൻ നമുക്ക് ചെയ്ത കാര്യത്തിന് നാം അവൻ എന്ത് പകരം കൊടുക്കും എന്നതും പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മെ എവിടെ നിന്ന് കൊണ്ടുവന്നു, എവിടെ കൊണ്ടുവന്നാക്കി, അതിന് അവൻ മുടക്കിയ വില എന്താണ്, നമ്മെ കൊണ്ടുവരുവാനായി അവൻ മുടക്കിയ വില എന്താണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ മാത്രമേ അതിന് തക്കതായ വില കൊടുക്കുവാനായി നമുക്ക് കഴിയുള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. തക്ക മഹത്വം കൊടുക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചത് എന്താണ് എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നൊരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യം നമുക്കറിയാം. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അതോടുകൂടി അവിടെ നിന്ന് പോയി. കാരണം ദൈവം അവനുള്ളത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ അത് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് അവൻ ചിന്തിച്ചത്, എനിക്കുള്ളതില് ഇത്രയുണ്ട്, ഞാൻ എങ്ങനെ ദരിദ്രർക്ക് കൊടുക്കും എന്ന ചിന്താഗതിയോടുകൂടി അവൻ വിട്ടുപോകുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നാം എന്താണ്, നാം എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനായിട്ട് ദൈവം എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നന്ദി അർപ്പിക്കുവാൻ തുടങ്ങിയാൽ എത്ര മനോഹരമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടെടുക്കുമ്പോൾ അവരൊരു വിശുദ്ധ ജനമായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. വിശുദ്ധ ജനമാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു ജനമായിട്ട് അവരെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മളെയും തിരഞ്ഞെടുത്തു. നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ യാതൊരു വിധമായ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. നമ്മെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, നാശകരമായ കുഴിയില്, കുടഞ്ഞ ചേറ്റില്, അത് വളരെ മോശമായ അവസ്ഥയിൽ പാപികളും അഭക്തരും ബലഹീനരും ദൈവത്തോട് ശത്രുത്വമുള്ളവരായിരുന്നു എന്നാണ് റോമാലേഖനത്തിൽ നമ്മളോട് പറഞ്ഞത്. അത്രയേറെ മോശമായ അവസ്ഥയിലായിരുന്നു നാം കിടന്നിരുന്നത്. അവിടെ നിന്നാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം ദൈവം നമ്മെ തിരഞ്ഞെടുക്കാൻ കാരണമായി തീർന്നത് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതാണ്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. പ്രതിഫലേച്ഛ കൂടാതെ യാതൊരു വിധമായ പ്രതിഫലവുമില്ലാതെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. വളരെ കൃപയോടുകൂടി ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പാട്ടുകാരൻ പാടിയത് അതിന്റെ ആഴം, ഉയരം, നീളം, വീതി ഇതൊന്നും നമുക്ക് അളക്കുവാൻ പോലും കഴിയുന്നില്ല. അത്രയേറെ വലിയ സ്നേഹമായിരുന്നു ദൈവം നമ്മോട് കാണിച്ചത്. ആ സ്നേഹത്തിന്റെ പരിണിതഫലം എന്ന് പറയുന്നത് കാൽവറിയിലെ ക്രൂശിൽ അവൻ തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ട്, നമുക്ക് വേണ്ടി തന്നുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ ആ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുകയായിരുന്നു.
വീണ്ടും നാം മനസ്സിലാക്കുമ്പോൾ നാം അടിമകളായിരുന്നു. നാം പിശാചിന്റെ നുകം പേർന്ന അടിമകളായിട്ട് കിടക്കുകയായിരുന്നു. പിശാചെന്ന ഏകപിതാവിന്റെ മക്കളായിട്ട് കഴിയുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മെ കൊണ്ടുവന്നത് ഏകപിതാവിന്റെ മക്കൾ നാം യേശുവിൽ ഏക അവകാശികളാണ്. ക്രിസ്തു നമുക്ക് എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ അവകാശവും അതിന്റെ എല്ലാം ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ട് അടിമ വീട്ടിൽ നിന്നും നമ്മെ കൊണ്ടുവരികയായിരുന്നു. വീണ്ടും നാം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മെ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുക്കും. ഫറവോൻ മറ്റൊരുവന്റെ കയ്യിന്റെ അടിമകളായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരുവന്റെ വീട്ടുവേലക്കാരായിരുന്നു നാം. അവിടെ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട്, മറ്റൊരുവന്റെ ഇടത്ത് നിന്ന് നമ്മെ കൊണ്ടുവരുവാനായിട്ട്, അവന്റെ ആ ഭാഗത്ത് നിന്ന് നമ്മെ അവകാശമാക്കുവാനായിട്ട് യാതൊരു രീതിയിലും കഴിയുകയില്ല. എന്നാൽ അവിടെ നിന്ന് നമ്മെ അവകാശികളാക്കി. മാത്രമല്ല എഫേസ്യരിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് വീണ്ടെടുത്തിരിക്കുകയാണ്. എത്ര വലിയൊരു വീണ്ടെടുപ്പാണ് നമുക്ക് വേണ്ടി തന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ചെയ്ത ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മെ സ്വന്തം ജനമാക്കി തീർത്തു എന്നാണ്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഒരുപാട് പറയുന്ന വാക്കാണ്, മുമ്പേ നിങ്ങൾ ജനമില്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കരുണ ലഭിക്കാത്തവർ, ദൈവത്തിന്റെ ജനമല്ലാത്തവർ, നമ്മൾ അടിമകളായിരുന്നു, നമ്മൾ അടിമ വീട്ടിലായിരുന്നു. നമ്മൾക്ക് ദൈവം അവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുകയായിരുന്നു. നാം കിടന്നിരുന്ന സ്ഥലം വളരെ മോശമായിരുന്നു. പാട്ടുകാരൻ പാടിയ പാട്ട് ഇങ്ങനെയാണ്, അഴുകി നാറും ശവസമാനരായ പാവികൾക്ക്. ആ പാവികൾക്ക് അഴക് നൽകി അഴിവില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരിക്കൽ പോലും ഇനി ജീർണിക്കാത്ത, ഒരിക്കൽ പോലും ഇല്ലാതെയാകുന്ന, ആവാത്ത, എന്നേക്ക് നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അഴുകി നാറിയ എന്നെ വീണ്ടെടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. നമുക്ക് അവനെ ആരാധിക്കാം. അവന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.